So next chapter is client-side scripting using JavaScript. So നമ്മൾ fourth chapterൽ client-side scripting language and server-side scripting language കുറിച്ചും പഠിച്ചിട്ടാണ് അല്ലേ. Client-side scripting language are used for data validation at the client side അല്ലേ. Client side data validation അതുപോലെ simple calculations perform ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് client-side scripting languages യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ client-side scripting language ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സെർവറിന്റെ വെബ് സെർവറിന്റെ ട്രാഫിക്കും അതുപോലെ അതിന്റെ ലോഡും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായി. സോ JavaScript is one of the most popular client-side scripting language developed by Brendan H for the Netscape browser അല്ലെ. നമ്മളുടെ ഒരു വെബ് ബ്രൗസർ ആണ് Netscape വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി ബ്രെൻഡൻ എയ്റ്റ്സ് ഡെവലപ്പ് ചെയ്താണ് JavaScript എന്ന് പറയുന്നത്. ക്ലയന്റ് സൈഡ് വാലിഡേഷന് വേണ്ടിയിട്ടാണ് JavaScript എന്ന് പറഞ്ഞ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇനീഷ്യലി Netscape ബ്രൗസറിൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം അതിന്റെ പോപ്പുലാരിറ്റി കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പോലെയുള്ള മൈക്രോസോഫ്റ്റിന്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പോലെയുള്ള ബ്രൗസേഴ്സ് JavaScript സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ JavaScript ഒരു എന്താണ് നമ്മൾ കോമൺ ആയിട്ട് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിൽ ഉപയോഗിക്കാൻ തുടങ്ങി. JavaScriptനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് JavaScript വേണമെങ്കിൽ ബ്രൗസർ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ദെൻ എങ്ങനെയാണ് ഒരു JavaScript കോഡ് എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ അതിനു മുമ്പായിട്ട് JavaScript ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. നമ്മൾ നേരത്തെ HTML C++ പഠിച്ചു. C++ നമ്മൾ പറഞ്ഞു ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അതേസമയം HTML പഠിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ HTML is a case insensitive language എന്ന് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ നോട്ട് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു. JavaScript again കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. കേസ് സെൻസിറ്റീവ് പറഞ്ഞാൽ എന്താണ്, അപ്പർ കേസും ലോവർ കേസും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അപ്പർ കേസിൽ എഴുതുന്നത് അപ്പർ കേസിലും ലോവർ കേസിൽ എഴുതുന്നത് ലോവർ കേസിലും ഇത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. മെയിൻലി ജാവയിലെ കീവേഡ്സ് എല്ലാം എന്താണ് ലോവർ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ JavaScriptൽ ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ഡീലിമിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് സെമി കോളൻ വെച്ചിട്ടാണ്. ഓക്കെ, മസ്റ്റ് എൻഡ് വിത്ത് ഓൾ സ്റ്റേറ്റ്മെന്റ് ഇൻ JavaScript മസ്റ്റ് എൻഡ് വിത്ത് സെമി കോളൻ. ഓക്കെ, അതുപോലെ ഒരു JavaScript കോഡിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ HTML JavaScript എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. റൺ ടൈമിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി HTML എംബഡഡ് ചെയ്തിട്ടുള്ള അതിൽ HTML ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള JavaScript എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് അതിന് എന്ത് ചെയ്യുന്നത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് JavaScript കോഡ് എഴുതുന്നത്? നമുക്ക് പ്രധാനമായി 3 തരത്തിൽ നമുക്കൊരു JavaScript കോഡ് എഴുതാൻ പറ്റും. ഒന്ന്, റൈറ്റിംഗ് code, JavaScript code inside the head tag. The second one is writing JavaScript code inside the body section. And the third one is writing the JavaScript code in a separate file with an extension .js and include that file in the HTML code. അങ്ങനെ 3 രീതിയിലാണ്. ഒന്ന്, ഹെഡ് സെക്ഷന്റെ ഉള്ളിൽ നമുക്ക് സ്ക്രിപ്റ്റ് കോഡ് എഴുതാം, അല്ലെങ്കിൽ JavaScript കോഡ് എഴുതാം, അല്ലെങ്കിൽ ബോഡി ടാഗിന്റെ ഉള്ളിൽ എഴുതാം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് എന്താണ്, പുറമെ ഒരു വേറെ സെപ്പറേറ്റ് ഫയലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു JavaScript മാത്രം കോഡ് മാത്രം എഴുതുന്നു. അതിന് .js എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ചിട്ട് ആ ഫയലിനെ സേവ് ചെയ്യുന്നു. അതിനുശേഷം ആ ഫയലിനെ .js എന്നുള്ള ആ ഫയലിനെ HTML ഫയലുമായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ JavaScript കോഡ് എഴുതുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ, JavaScriptന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സോ അതിന് വേണ്ടി നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന എന്താണ്, JavaScript കോഡ് ഈസ് റിട്ടേൺ ഇൻസൈഡ് ദ സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത് JavaScript കോഡ് എഴുതുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ടാഗ് എവിടെയാണ് എഴുതുന്നത്, HTML ടാഗിന്റെ കീഴിലാണ് അല്ലെ. HTML കോഡിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് ടാഗ് എഴുതുന്നത്. അതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ റൈറ്റിംഗ് ദ JavaScript കോഡ്. അവിടെ നിങ്ങൾ അതുകൊണ്ട് JavaScript കോഡ് എഴുതാൻ വേണ്ടി നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടന്റ് ആട്രിബ്യൂട്ട് ആണ് എന്ത്, ലാംഗ്വേജ് ആട്രിബ്യൂട്ട്. ലാംഗ്വേജ് ആട്രിബ്യൂട്ട് എന്താ സ്പെസിഫൈ ചെയ്യുന്നത്, ലാംഗ്വേജ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. നമ്മൾ സ്ക്രിപ്റ്റ് പലതരത്തിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു വൺ ഓഫ് ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്ത്, JavaScript എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് ആട്രിബ്യൂട്ട്, സ്ക്രിപ്റ്റ് ടാഗിന്റെ
ലാംഗ്വേജ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ സ്ക്രിപ്റ്റ് ടാഗ് ദെൻ ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ താഴെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നു, അതിനുശേഷം സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്ത് HTML പ്രോഗ്രാമിലാണ് എഴുതുന്നത്, HTML പ്രോഗ്രാമിന്റെ ഉള്ളിലാണ് എഴുതുന്നത്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെഡ് സെക്ഷന്റെ ഉള്ളിൽ എഴുതാം, അതുപോലെ ബോഡി സെക്ഷന്റെ ഉള്ളിൽ എഴുതാം, അല്ലെങ്കിൽ രണ്ട് സെക്ഷന്റെ ഉള്ളിലും നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഒരു HTML ഫയൽ എത്ര സ്ക്രിപ്റ്റ് ടാഗ് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് എത്ര സ്ക്രിപ്റ്റ് കോഡും നമുക്ക് എഴുതാം എന്നർത്ഥം. അതിന് ലിമിറ്റേഷൻ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്താണ്, ജാവാസ്ക്രിപ്റ്റ് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ് എന്നുള്ള ഓർമ്മ വേണം. അതുപോലെ ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എൻഡ് ചെയ്യുന്നത് സെമികോളൻ വെച്ചിട്ടാണ് എന്നുള്ള രണ്ട് പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഒരു വെബ് പേജ്, സിംപ്ലി ഒരു വെബ് പേജ് എങ്ങനെയാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിച്ച് എഴുതുന്നതെന്ന് നോക്കാം. സോ ഇവിടെ ഒരു HTML കോഡ് എഴുതിയിട്ടുണ്ട്. HTML കോഡിൽ നമ്മൾ ഹെഡ് സെക്ഷൻ ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ബോഡി ടാഗിനുള്ളിലാണ് ഇവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നത്. സോ സ്ക്രിപ്റ്റ് ദെൻ ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി അല്ലെ. ഇവിടെ ഉപയോഗിച്ചിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം, വഴി വരാം. അപ്പൊ ആദ്യം ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഡിഫോൾട്ട് ഫംഗ്ഷൻ ആണ്. ഏതിലെ, ജാവാസ്ക്രിപ്റ്റിലെ ഒരു ഫംഗ്ഷൻ ആണ്. എന്താണ്, ഇൻ ഓർഡർ ടു പ്രിന്റ് എ വാല്യൂ ഓർ പ്രിന്റ് സംതിങ് ഓൺ ദ ബോഡി സെക്ഷൻ ഓഫ് ദ വെബ് പേജ്. വെബ് പേജിന്റെ ബോഡി സെക്ഷനിൽ ഡാറ്റ പ്രിന്റ് ചെയ്യാൻ, ജാവാസ്ക്രിപ്റ്റിൽ ഡാറ്റ പ്രിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിഫോൾട്ട് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന മെത്തേഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ കാണാം, എന്താണ് അവിടെ കേസ് സെൻസിറ്റീവ് ആണ്. എല്ലാം എന്താണ്, ലോവർ കേസിലാണ്, കൃത്യമായിട്ട് തന്നെ പാലിക്കണം. അപ്പർ കേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ് എന്നർത്ഥം. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിലെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ refers the body part of the web page. വെബ് പേജിന്റെ ബോഡി പാർട്ടിൽ, വെബ് പേജിന്റെ ബോഡി പാർട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി നമ്മൾ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടന്റ് എഴുതുന്നത്. അപ്പൊ ഡോക്യുമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്, refers the ബോഡി സെക്ഷൻ ഓഫ് ദ വെബ് പേജ്. ഡോട്ട് റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ബോഡി സെക്ഷനിലോട്ട് റൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്താ പേസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ആ പരാന്തസിസിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജ്. സോ നമുക്ക് എന്ത് കിട്ടും, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള നമ്മളവിടെ ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്ന ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. ഓക്കെ, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബോഡി ടാഗിന്റെ ഉള്ളിൽ ജസ്റ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റിനോട് എന്ത് ചെയ്യും, അത് അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. പക്ഷേ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്രിപ്റ്റിന്റെ താഴെ അതുപോലെ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരില്ല. അതിനെ ഡിസ്പ്ലേ ചെയ്യണം അല്ലെങ്കിൽ ബോഡി സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് എന്ത്, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. പാരാന്തസിസിന്റെ ഉള്ളിൽ വാല്യൂ കൊടുക്കുന്നു. ഇവിടെ അതിന് ശേഷം നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്ത്, ബോഡി ടാഗ് ക്ലോസ് ചെയ്ത്, HTML ടാഗ് ക്ലോസ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ചിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആട്രിബ്യൂട്ട് ആണ് ലാംഗ്വേജ് ആട്രിബ്യൂട്ട്. ലാംഗ്വേജ് ആട്രിബ്യൂട്ട് എന്താണ് സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് അതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് എന്ത്, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് വേണമെങ്കിൽ നമുക്ക് ഹെഡ് സെക്ഷനിലും കോഡ് എഴുതാം, അതുപോലെ തന്നെ ബോഡി സെക്ഷനിലും എഴുതാം. അപ്പൊ നിങ്ങൾ ബോഡി സെക്ഷനിലാണ് ഈ എക്സാമ്പിൾ എഴുതില്ല, ഇതേ കോഡ് ഹെഡ് സെക്ഷനിൽ എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യും, സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെഡ് സെക്ഷനിലും ബോഡി സെക്ഷനിലും നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് സ്ക്രിപ്റ്റ് കോഡ് എഴുതാം എന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു കോഡ് എഴുതിയിട്ടുണ്ട്, ഒരു സ്ക്രിപ്റ്റ് കോഡ്. ഇവിടെ ശ്രദ്ധിച്ച് കാണാം, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെഡ് സെക്ഷനിലും നമ്മൾ സ്ക്രിപ്റ്റ് കോഡ് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബോഡി സെക്ഷനിലും നമ്മൾ സ്ക്രിപ്റ്റ് കോഡ് എഴുതിയിട്ടുണ്ട്. സോ ഇത് ഹെഡ് സെക്ഷനിൽ ഒരു സ്ക്രിപ്റ്റ് കോഡ് എഴുതി നിങ്ങൾ അവിടെ സ്ക്രിപ്റ്റ് കോഡ് ക്ലോസ് ചെയ്തു. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് കോഡ് വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ എത്ര സ്ക്രിപ്റ്റ് കോഡ് വേണമെങ്കിൽ ഹെഡ് സെക്ഷനിലും ബോഡി സെക്ഷനിലും എഴുതാം. പക്ഷെ ഒരു സ്ക്രിപ്റ്റ് കോഡിന്റെ ഉള്ളിൽ വേറൊരു സ്ക്രിപ്റ്റ് ടാഗ് പാടില്ല, ഒരു സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ വേറൊരു സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമേ നമ്മൾ കണ്ടീഷൻ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് നമ്മളതിനെ റൺ ചെയ്യുന്നു. നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് രണ്ട് മെത്തേഡ് മെസ്സേജ് ഉണ്ടായിരുന്നത്, ഒന്ന് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് ഹെഡ് സെക്ഷനിൽ പ്രിന്റ് ചെയ്യാനുള്ളത്, സെക്കൻഡ് സാമ്പിൾ പ്രോഗ്രാം എന്നുള്ളത്. രണ്ട് മെസ്സേജ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അഗെയിൻ ഗോസ് ടു ദ സ്ലൈഡ്. നെക്സ്റ്റ് ഈസ് ക്രിയേറ്റിംഗ് ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്.
like other languages, JavaScript also have two type of functions, that is built-in functions and user-defined functions. C++ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അല്ലെ. നമ്മൾ അതിനെ ലൈബ്രറി ഫംഗ്ഷൻസ് എന്നും പറയാറുണ്ട്, അതുപോലെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നും പറയാം. രണ്ട് കാറ്റഗറി. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കും ഇവിടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്, പഠിക്കാനുണ്ട്. പക്ഷെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ എൻഡിലാണ് പഠിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ജാവാസ്ക്രിപ്റ്റിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ നെയിം ദെൻ ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് C++ പോലെ തന്നെ ഇവിടെ എന്താണ് ഫംഗ്ഷൻ ഈസ് ആക്ച്വലി എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്പ് അണ്ടർ എ ബ്ലോക്ക് അല്ലെ. ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് കേർലി ബ്രേസസിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ജാവാസ്ക്രിപ്റ്റിലുള്ള C++ അതേപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് എന്ത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്. എങ്ങനെയാണ് അല്ല, ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് ആണ്. സ്മോൾ ലെറ്റർ ഫംഗ്ഷൻ, ദെൻ സ്പേസ് ഇട്ടിട്ട് ഫംഗ്ഷൻ നെയിം, ദെൻ പരാന്തസിസ്, ദെൻ എന്ത് ചെയ്യുന്നു ഫംഗ്ഷന്റെ ബ്ലോക്കിൽ ബോഡിയിൽ എന്ത് ചെയ്യുന്നു ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. സോ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ C++ റിട്ടേൺ ടൈപ്പിന് പകരം ഇവിടെ ഫംഗ്ഷനുള്ള കീവേഡ് വന്നു എന്ന് നോക്കുക, വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ എന്താണ് സെയിം ആണ്. പക്ഷെ ഇവിടെ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്താണോ, നമ്മൾ അല്ലെങ്കിൽ C++ നമ്മൾ പഠിച്ചെന്താണ്, ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് കാര്യമില്ല. എന്താണ്, ഇറ്റ് മസ്റ്റ് ബി കോൾഡ് അല്ലെ. എ ഫംഗ്ഷൻ മസ്റ്റ് ബി കോൾഡ്, ദെൻ ഓൺലി ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ ഫംഗ്ഷൻ. പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാമിലെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു കോൾ ദാറ്റ് ഫംഗ്ഷൻ അല്ലെ. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്? ഇൻ ജാവാസ്ക്രിപ്റ്റ് ഓൾസോ എ ഫംഗ്ഷൻ ഇസ് കോൾഡ് ബൈ സിംപ്ലി ഇസ് ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിം ഉപയോഗിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ്, ഫംഗ്ഷൻ നെയിം പരാന്തസിസ് സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, നമുക്ക് ആ ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡ് സെഷനിലോ അല്ലെങ്കിൽ ബോഡി സെഷനിലോ ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ ഡിക്ലെയർ ചെയ്യാം, അതിനെ കോൾ ചെയ്യാം. ഹെഡ് സെഷനിൽ വേണമെങ്കിൽ കോൾ ചെയ്യാം, അതല്ല ബോഡി സെഷനിൽ വേണമെങ്കിൽ കോൾ ചെയ്യാം. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കോഡിൽ എഴുതിയ ഫംഗ്ഷന് വേറെ സ്ക്രിപ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മുടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എന്തുണ്ട്, ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റ് ടൈറ്റിൽ കൊടുത്തു, ദെൻ ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്, ദെൻ ഫംഗ്ഷൻ പ്രിന്റ് അല്ലെ. അപ്പോൾ അവിടെ ഫംഗ്ഷൻ നെയിം എന്താ, പ്രിന്റ് അല്ലെ. ദെൻ പരാന്തസിസ്, അതിനുള്ളിൽ എന്ത് ചെയ്തു ഒരു ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ്, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, സ്ക്രിപ്റ്റ് ടാഗ് അവിടെ ക്ലോസ് ചെയ്തു, ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്തു. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അതിനെ കോൾ ചെയ്തിട്ടില്ല. ദെൻ ബോഡി സെഷൻ ഓപ്പൺ ചെയ്തു, അവിടെ വീണ്ടും പുതിയൊരു സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു, ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു. അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹെഡ് സെക്ഷന്റെ സ്ക്രിപ്റ്റിൽ എഴുതി കഴിഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ അത് പോസിബിൾ ആണ് ജാവാസ്ക്രിപ്റ്റിൽ. നമുക്ക് അതേ സ്ക്രിപ്റ്റ് കോഡിൽ തന്നെ ഫംഗ്ഷനെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വേറെ സ്ക്രിപ്റ്റ് കോഡിൽ വേണമെങ്കിലും ആ ഫംഗ്ഷനെ കോൾ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് എന്ത് കിട്ടും, ആ സ്ക്രിപ്റ്റ് കോഡ് പ്രിന്റ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ല, എങ്ങനെയാണ് ഫംഗ്ഷൻ നെയിം അല്ലെ, ഫംഗ്ഷൻ നെയിം ദെൻ പരാന്തസിസ് അങ്ങനെ കോൾ ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അവിടെ എക്സിക്യൂട്ട് ചെയ്ത് എന്താ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള മെസ്സേജ് ആണ്. സോ അതാണ് ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് വിൻഡോയിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഫംഗ്ഷന് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റിൽ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? പ്രധാനമായും 3 തരത്തിലുള്ള ബേസിക് ഡാറ്റ ടൈപ്സ് ആണ് ജാവാസ്ക്രിപ്റ്റിലുള്ളത്. നമ്പർ, സ്ട്രിംഗ് ആൻഡ് ബൂലിയൻ. നമ്പേഴ്സ് മീൻസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഏതാ വരുന്നത്, ഓൾ നമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ഇൻറ്റിജേഴ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് അല്ലെ. ഓൾ നമ്പേഴ്സ് ഫാൾസ് ഇൻ ടു ദിസ് കാറ്റഗറി എന്നാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്, ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ട് വാല്യൂസ് കംസ് ഇൻ ടു നമ്പർ. ദെൻ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രിംഗ് മീൻസ് എനി കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, ലെറ്റേഴ്സ് ഓർ അതർ സിംബിൾസ് എൻക്ലോസ്ഡ് വിത്തിൻ എ ഡബിൾ കോട്ട്സ്. ഡബിൾ കോട്ട്സിൽ വരുന്ന എന്തൊരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമ്മൾ എന്ത് പറയും, സ്ട്രിംഗ് എന്നുള്ള ഡാറ്റ ടൈപ്പിൽ ഉൾപ്പെടുത്തുന്നു. അത് നമ്പർ ആവാം, ലെറ്റർ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ സിംബൽ ആവാം എന്നാണ്. ദെൻ ബൂലിയൻ, ബൂലിയൻ ഇതുവരെ നമ്മൾ പഠിക്കാത്ത ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ബൂലിയൻ എന്താണ്, ഇറ്റ്സ് എ ഡാറ്റ ടൈപ്പ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 values, ദാറ്റ് ഈസ് ട്രൂ ആൻഡ് ഫാൾസ്. ബൂലിയൻ ഡാറ്റ ടൈപ്പിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ ആ വേരിയബിൾ ഏത് ഡാറ്റ ടൈപ്പിൽ വരും, ബൂലിയൻ ഡാറ്റ ടൈപ്പിൽ വരും. ഓക്കെ, ട്രൂ ഫാൾസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.
ജാവാസ്ക്രിപ്റ്റ് ഒരു കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ട്രൂ എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, അതുപോലെ ഫാൾസ് പറയുന്നത് കംപ്ലീറ്റ്ലി സ്മോൾ ലെറ്റർ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ ചേഞ്ച് വന്ന എന്താണ്? ഇറ്റ് കനോട്ട് ബിക്കം എ ബൂലിയൻ ഡാറ്റ ടൈപ്പ്. അത് ബൂലിയൻ ഡാറ്റ ടൈപ്പിൽ വരില്ല. അതുപോലെ തന്നെ ട്രൂ എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ പോലും ഡബിൾ കോട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 3 തരത്തിലുള്ള ഡാറ്റ ടൈപ്പ് ആണുള്ളത്: നമ്പർ, സ്ട്രിംഗ് ആൻഡ് ബൂലിയൻ. Then next is how to declare variables in JavaScript. C++ലെ പോലെ കോംപ്ലക്സ് ഒന്നല്ല. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നത് വളരെ സിമ്പിൾ ആണ്. അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് എന്താണ്? കീവേഡ് എന്താണ്? സിന്റാക്സ് എന്താണ്? var var സ്പേസ് വേരിയബിൾ നെയിം സെമികോളൻ. ഓക്കെ, അപ്പോൾ സിന്റാക്സ് എന്ന് പറയുന്നത് എന്താണ്? var എന്ന് പറഞ്ഞ കീവേഡ്, ദെൻ സ്പേസ് ഇട്ടിട്ട് വേരിയബിൾ നെയിം, ദെൻ സെമികോളൻ. സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ സെമികോളൻ. ഇതാണ് എന്ത്? ഒരു ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള സിന്റാക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾ ഡിക്ലറേഷൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് വെൻ or the variable definition is completed when a value or when initial values inserted into that particular variable. ഒരു ഇനീഷ്യൽ വാല്യൂ അതിനോട് അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ വേരിയബിളിന്റെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുന്നത്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ var x എന്ന് കൊടുത്തു, ഇപ്പോഴും എന്ത് ചെയ്യില്ല? ഈ വേരിയബിൾ ഡിക്ലറേഷൻ കഴിഞ്ഞു, പക്ഷെ എന്ത് ചെയ്യില്ല? വേരിയബിൾ ഡിക്ലറേഷൻ അല്ലെങ്കിൽ വേരിയബിൾ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയില്ല. കംപ്ലീറ്റ് ആവുന്നപ്പോഴാണ് എക്സിന്റെ ഡാറ്റ ടൈപ്പ് എപ്പോഴാണ് തീരുമാനിക്കുന്നത്? വെൻ എ വാല്യൂ അസൈൻ ടു ദാറ്റ് പർട്ടിക്കുലർ വേരിയബിൾ. എക്സ് ഈക്വൽ 25 എന്ന് കൊടുത്താൽ എന്താണ്? എക്സ് ബിക്കം എ നമ്പർ അല്ലെ? എക്സിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. അതേസമയം എക്സ് ഈക്വൽ ടു 25 എന്ന് കൊടുത്താലോ, ഡബിൾ കോഡ്സ് 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ബിക്കം എ സ്ട്രിംഗ്. അതല്ല, എക്സ് ഈക്വൽ ടു ട്രൂ എന്നാണ് കൊടുക്കുന്നെങ്കിൽ, സ്മോൾ ലെറ്റർ ട്രൂ എന്നാണ് കൊടുക്കുന്നെങ്കിൽ എക്സ് ബിക്കം എ ബൂലിയൻ. സോ എക്സിലോട്ട് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മാത്രം പോരാ, അതിലോട്ട് വാല്യൂ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോഴാണ്, വാല്യൂ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇസ് ഡാറ്റ ടൈപ്പ് ഈസ് എന്താണ്? അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ വേരിയബിൾ. ഓക്കെ, അപ്പൊ അപ്പോഴാണ് വേരിയബിൾ ഡിക്ലറേഷൻ അല്ലെങ്കിൽ വേരിയബിൾ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളത്. വേരിയബിൾ ഡിക്ലറേഷന്റെ കൂടെ പറയേണ്ട ഒരു ഫംഗ്ഷൻ ആണ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. അതൊരു ജാവാസ്ക്രിപ്റ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഡോക്യുമെന്റ് റൈറ്റ് പറഞ്ഞ പോലെ ജാവാസ്ക്രിപ്റ്റ് ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് എ വേരിയബിൾ ഇൻ എ ജാവാസ്ക്രിപ്റ്റ്. ഒരു ജാവാസ്ക്രിപ്റ്റില് ഒരു വേരിയബിളിന്റെ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ടൈപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ടൈപ്പ് ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ പാരാന്തസിസിനുള്ളിൽ വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈപ്പ്, നമ്പർ ആണെങ്കിൽ നമ്പർ എന്ന് റിട്ടേൺ ചെയ്യും, അതല്ല സ്ട്രിംഗ് ആണ് സ്ട്രിംഗ് എന്ന് ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ 5 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, A to F വരെ. ഓരോ വേരിയബിൾസ് നമുക്ക് ഒരൊറ്റ വാർ ഉപയോഗിച്ചുകൊണ്ട് വാർ കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒന്നിലധികം വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. ദെൻ ഓരോ വേരിയബിളിലും വാല്യൂ അസൈൻ ചെയ്യുന്നു. A തൊട്ട് T വരെയുള്ള ഓരോ വേരിയബിൾസും വാല്യൂ അസൈൻ ചെയ്യുന്നു. A നോക്കിക്കഴിഞ്ഞാൽ 25 നമ്പർ ആണ് ഡാറ്റ ടൈപ്പ് വരിക, ബിയിലോട്ടും നമ്പർ ആണ്, സിയിലോട്ട് സ്ട്രിംഗ് ആണ്, ഡിയിലോട്ട് ട്രൂ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് ഒരു ബൂലിയൻ ആണ്, ഇയിലോട്ട് ട്രൂ എന്നുള്ള ഡബിൾ കോഡ്സ് ഉള്ളത് സ്ട്രിംഗ് ആണ്. ഇനി എന്ത് ചെയ്യുന്നു? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ അതിന്റെ ഇത് റിട്ടേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ, ഡാറ്റ ടൈപ്പ് റിട്ടേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ഞാൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വെച്ച് ടൈപ്പ് ഓഫ് എ എന്ന് കൊടുത്താൽ എനിക്ക് അവിടെ എന്താ ഔട്ട്പുട്ട് കിട്ടും? എയുടെ ഔട്ട്പുട്ട് ഡോക്യുമെന്റ് ടൈപ്പ് ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്പറിനോട് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ ബിയുടെ കൊടുക്കുന്നു, സിയുടെ കൊടുക്കുന്നു, ഡിയിലെ കൊടുക്കുന്നു, കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്പ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ ഡെഫിനേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് നോക്കാം, അൺഡിഫൈൻഡ് എന്നായിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് ഓരോന്നിന്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സോ എ ഈസ് ഓഫ് ടൈപ്പ് എന്നുള്ള പ്രിന്റ് ചെയ്ത് അതിന് ശേഷം ടൈപ്പ് ഓഫ് എ എന്ന് കൊടുത്തപ്പോൾ അതിന് റിട്ടേൺ ആയിട്ട് നമ്പർ കിട്ടിയിട്ടുണ്ട്. ബിയും റിട്ടേൺ ചെയ്യും, ടൈപ്പ് ഓഫ് ബി എന്ന് കൊടുക്കുമ്പോൾ നമ്പറിന് കിട്ടും. സിയുടെ ടൈപ്പ് ഓഫ് സി എന്ന് കൊടുക്കുമ്പോൾ സ്ട്രിംഗ് ആണ് കിട്ടുക. ടൈപ്പ് ഓഫ് ഡി കൊടുക്കുമ്പോൾ ബൂലിയൻ കിട്ടും. ടൈപ്പ് ഓഫ് ഇ എന്ന് കൊടുക്കുമ്പോൾ സ്ട്രിംഗ് കിട്ടുന്നു. അതേസമയം ടൈപ്പ് ഓഫ് എഫ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അൺഡിഫൈൻഡ് ആണ്. കാരണം എഫ് വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഡെഫിനേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? എഫിലോട്ട് വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സം ഓഫ് 2 നമ്പേഴ്സ് എങ്ങനെയാണ് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചു.
ഫംഗ്ഷൻ ആഡ്. ഫംഗ്ഷൻ ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാം. ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സൈഡ് സെക്ഷനിൽ സ്ക്രിപ്റ്റ് കോഡ് എഴുതി ജാവാ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ദെൻ അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ ആഡ് എന്നുള്ള ഫംഗ്ഷൻ ചെയ്തു, ഡിഫൈൻ ചെയ്തു. അതിൻ്റെ 2 വേരിയബിൾ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഫസ്റ്റ് വേരിയബിളോട് വാല്യൂ അസൈൻ ചെയ്തു, സെക്കൻഡ് വേരിയബിളോട് വാല്യൂ അസൈൻ ചെയ്തു. രണ്ടും ഇൻഡിജർ നമ്പർ ആണ് അല്ലേ. അതിനുശേഷം എന്ത് ചെയ്തു, സം ഈക്വൽ ടു m പ്ലസ് n എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി സം കണ്ടുപിടിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് സം ഈക്വൽ ടു എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിന്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ചെയ്തു. ഇപ്പോൾ കോഡ് എഴുതി സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ബോഡി സെക്ഷനിൽ ഓപ്പൺ ചെയ്തു, സ്ക്രിപ്റ്റ് കോഡ് ഓപ്പൺ ചെയ്തു, അതിൽ ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ 20 + 10 ആഡ് ചെയ്ത് സം ഈക്വൽ ടു 30 എന്നുള്ള മെസ്സേജ് അവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഏത് ഫംഗ്ഷൻസ് വേണമെങ്കിലും ചെയ്യാം എന്നാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും 5 കാറ്റഗറി ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഈ 5 കാറ്റഗറിയിലെ 4 കാറ്റഗറി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ കാറ്റഗറീസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആർ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് സ്ട്രിംഗ് കൺകാർഡിനേഷൻ ഓപ്പറേറ്റർ. സ്ട്രിംഗ് കൺകാർഡിനേഷൻ ഓപ്പറേറ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് അല്ലെ, ആഡ് പ്ലസ് മൈനസ് സ്റ്റാർ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ റെസ്പെക്റ്റീവ്ലി. ദെൻ മോഡുലസ് ഓപ്പറേറ്റർ, ഡിവിഷൻ റിമൈൻഡർ കിട്ടാൻ വേണ്ടി. ദെൻ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, പ്ലസ് പ്ലസ്, അതുപോലെ മൈനസ് മൈനസ് അല്ലെ. 2 രീതിയിലുണ്ട്, പോസിറ്റീവ് ഉണ്ട്, പ്രീ ഇൻക്രിമെന്റും ഉണ്ട്. അതൊക്കെ നമ്മൾ C++ പഠിച്ച അതേപോലെ തന്നെയാണ് ഇവിടെ എക്സാമ്പിളും അതിന്റെ വാല്യൂ അതുപോലെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് പറയുന്ന പോകുന്നു. C++ പഠിച്ചാൽ വേണ്ടിയിട്ട് ചോദിക്കാതിരിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദ ഡാറ്റ ടൈപ്സ്, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ദ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് C++ ഓപ്പറേറ്റേഴ്സ് എഴുതാം, അതുപോലെ ജാവാസ്ക്രിപ്റ്റിൽ എഴുതാം. ഇനി PHP പഠിക്കുന്നുണ്ട്, അവിടെയും ഇതേ സെയിം ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് അവിടുത്തെ എഴുതാം. ഓക്കെ, അതല്ല എക്സ്പ്ലെയിൻ ദ ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാറ്റഗറൈസ് ചെയ്ത് എഴുതുക. ജാവാസ്ക്രിപ്റ്റിൽ ഓപ്പറേറ്റേഴ്സ് മാത്രം എഴുതുക. C++ എല്ലാം തന്നെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് പഠിക്കുക, അല്ലാത്തത് കൊണ്ട് തന്നെ പഠിപ്പിച്ചത് മാത്രം എഴുതിയാൽ മതി. ദെൻ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഇതിൽ വരുന്നതാണ്. ഈക്വൽ ടു അസൈൻ ചെയ്യാൻ വേണ്ടി അല്ലെ, A = B എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ അതിലോട്ട് അസൈൻ ചെയ്യുന്നു. ദെൻ അതുപോലെ ആഡ് ആൻഡ് അസൈൻമെന്റ്, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മോഡുലസ് ഈക്വൽ ടു. നമുക്കറിയാം A + ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ഈക്വൽ ടു A = A + B ആണ്. ആ രീതിയിൽ ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതിന്റെ വാല്യൂ അതുപോലെ റിസൾട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടേബിൾ, ജസ്റ്റ് നോക്കുക. ദെൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നതാണ് കമ്പാരിസൺ ആൻഡ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ലൈക്ക് ഈക്വൽ ടു ഓപ്പറേറ്റർ, നോട്ട് ഈക്വൽ ടു, then less than, greater than, less than or equal to, greater than or equal to, not equal to, like that. അപ്പോൾ അതിന്റെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലെ, ഒന്നിലധികം റിലേഷണൽ എക്സ്പ്രഷനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. അങ്ങനെ ലോജിക്കൽ എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ ഉപയോഗിക്കുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് 2 ആംബേഴ്സ്, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ ആൻഡ് നോട്ട് അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞു ഇൻപുട്സ് എന്താണ്, either ട്രൂ ഓർ ഫാൾസ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് either ട്രൂ ഓർ ഫാൾസ് ആണ്. ദെൻ നെക്സ്റ്റ് തിങ് ഈസ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ. നമ്മൾ സ്ട്രിംഗ് കൺകാർഡിനേഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ, ദ ലാസ്റ്റ് കാറ്റഗറി ഓഫ് ഓപ്പറേറ്റർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, പ്ലസ് സിമ്പിൾ ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് പ്ലസ് സിമ്പിൾ, ഇതിനാ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആഡിങ് നമ്പേഴ്സ് എന്ന് പറയും. പ്ലസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ജോയിൻ 2 സ്ട്രിംഗ് അല്ലെങ്കിൽ എന്താണ് കൺകാർഡിനേറ്റ് 2 സ്ട്രിംഗ്. അപ്പൊ നമ്മളുടെ വേരിയബിൾ ഓപ്പറേറ്റേഴ്സിലെ z = x+y എന്ന് പറയുമ്പോൾ എക്സും വൈയും സ്ട്രിംഗ് ആണെങ്കിൽ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്, സ്ട്രിംഗ് കൺകാർഡിനേഷൻ ആണ്. അതല്ല എക്സും വൈയും ഇൻഡിജർ ആണെങ്കിൽ അവിടെ നടക്കുന്നത് നമ്പർ അഡീഷൻ ആണ്. അപ്പോൾ പ്ലസ് സിമ്പിൾ എവിടെ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്ലസ് സിമ്പിൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷനിലെ ഓപ്പറൻസിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, അതിൽ ഏതെങ്കിലും ഒരു ഓപ്പറന്റ് സ്ട്രിംഗ് ആയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എന്താണ്, സ്ട്രിംഗ് അഡീഷൻ ആണ്, അതായത് സ്ട്രിംഗ് കൺകാർഡിനേഷൻ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രിംഗ് x = a good beginning എന്ന് കൊടുത്തിട്ടുണ്ട്, ഡബിൾ കോട്ട്സ് ഉള്ള x = a good beginning എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി x become a string, എക്സിന്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിംഗ് ആയി. ദെൻ അതുപോലെ തന്നെ y = makes good ending എന്നുള്ള ഒരു ഡബിൾ കോട്ടിലുള്ള സ്ട്രിംഗ് കൊടുത്തിട്ടുണ്ട്. സോ വൈയുടെ ഡാറ്റ ടൈപ്പ് സ്ട്രിംഗ് ആണ്. z = x+y എന്ന് പറയുമ്പോൾ അവിടെ എന്ത് നടക്കും, സ്ട്രിംഗ് കൺകാർഡിനേഷൻ നടക്കും. എക്സിന്റെ കൂടെ എക്സിന്റെ ലാസ്റ്റ് ക്യാരക്ടറിന് ശേഷം വൈയുടെ സ്ട്രിംഗ് അറ്റാച്ച് ചെയ്യും. സോ ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട് z നമുക്ക് പ്രിന്റ് ചെയ്യാൻ എന്താ കിട്ടുക, എ ഗുഡ് ബിഗിനിങ് മേക്സ് എ ഗുഡ് എൻഡിങ് എന്നുള്ള
ഒരു സ്ട്രിങ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ പറയാനുള്ളത് നമ്മൾ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. 3 വേരിയബിൾ എക്സ് വൈ ആൻഡ് കോമ സെഡ്. എക്സ് വൈ സെഡ് ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ചെയ്യുന്നു എക്സ് ഈക്വൽ ടു 23 ആൻഡ് വൈ ഈക്വൽ ടു 8. Then z equal to s plus y. Then document dot write of z. എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് വൈ സെഡ് 3 വേരിയബിൾസ് അതിലോട്ട് എക്സിലോട്ട് ഒരു 23 കൊടുക്കുന്നു. സോ അത് എക്സിന്റെ ഡാറ്റ ടൈപ്പ് നമ്പർ ആയി. വൈ ഈക്വൽ ടു 8. പക്ഷെ 8 എന്നുള്ള ഡബിൾ കോഡ്സിലാണ്. സോ അതുകൊണ്ട് തന്നെ വൈ ബിക്കം എ സ്ട്രിങ് അല്ലെ. അപ്പൊ എന്താണ്, ഒരു നമ്പറും ഒരു സ്ട്രിങ്ങും. z ഈക്വൽ ടു എസ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് നടക്കുന്നതാണ്, ആഡിങ് 2 നമ്പേഴ്സ് ആണോ അതല്ല അഡീഷനോ 2 സ്ട്രിങ്സ് ആണോ നടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മളുടെ തിയറി പ്രകാരം എന്താ പറഞ്ഞത്, ഇഫ് എനി ഓഫ് ദ ഓപ്പറന്റ് ഇൻ ആൻ അഡീഷൻ ബിക്കം സ്ട്രിങ് then there will be a string, the operation will be string concatenation. String concatenation എന്ന് പറയുമ്പോൾ അവിടെ 2 സ്ട്രിങ് കൂടി കമ്പൈൻ ചെയ്യും. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് z എന്നുള്ളതിന്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും, നമുക്ക് 238 23 എന്നുള്ള നമ്പറിന്റെ കൂടെ 8 എന്നുള്ള സ്ട്രിങ് ആഡ് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്ന സ്ട്രിങ് 238 എന്നുള്ള അവിടെ സ്ട്രിങ് ആണ്. z എന്നുള്ളത് ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പ്. ഇതിന്റെ ഡാറ്റ ടൈപ്പ് നിങ്ങൾ അവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അവിടെ സ്ട്രിങ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇവിടെ പറയാനുള്ളത് അതാണ്, ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ഓപ്പറേഷനിൽ അഡീഷൻ ഓപ്പറേഷനിൽ ഏതെങ്കിലും ഒരു ഓപ്പറന്റിന്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണെങ്കിൽ അവിടെ നടക്കുന്നത് ഇന്റിജർ അഡീഷൻ, നമ്പർ അഡീഷൻ അല്ല, സ്ട്രിങ് അഡീഷൻ ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് അവിടെ സ്ട്രിങ് അഡീഷന് പകരം നമ്പർ അഡീഷൻ തന്നെ നടക്കണം എന്നുണ്ടെങ്കിലോ, ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ദ നമ്പർ ഫംഗ്ഷൻ. എന്താണ് നമ്പർ ഫംഗ്ഷൻ? നമ്മൾ ഓൾറെഡി കുറച്ച് ഫംഗ്ഷൻസ് പഠിച്ചു. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് പഠിച്ചു, അതുപോലെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ പഠിച്ചു. ഇനി വരുന്ന വേറൊരു ഫംഗ്ഷൻ ആണ് നമ്പർ ഫംഗ്ഷൻ. നമുക്ക് വേണ്ട ഒരു ഫംഗ്ഷനാണ് നമ്പർ ഫംഗ്ഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ പഠിച്ച ഫംഗ്ഷൻസ് എല്ലാം സ്മോൾ ലെറ്റർ ആയിരുന്നെങ്കിൽ നമ്പർ ഫംഗ്ഷനിലെ n ഫസ്റ്റ് ലെറ്റർ എന്താണ്, ക്യാപിറ്റൽ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്പർ ഫംഗ്ഷനിലെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. ജാവാസ്ക്രിപ്റ്റ് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കും. എന്താണ് നമ്പർ ഫംഗ്ഷൻ ചെയ്യുന്നത്? നമ്പർ ഫംഗ്ഷൻ റിട്ടേൺ ദ ഇന്റിജർ ടൈപ്പ് ഓഫ് സ്ട്രിങ്. സ്ട്രിങ് ടൈപ്പിന്റെ ഇന്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വൈയിൽ ഇപ്പോൾ നമ്പർ ഓഫ് വൈ എന്നാണ് കൊടുക്കുന്നത്. വൈയിൽ ഉള്ള ഡാറ്റ അതൊരു സ്ട്രിങ് ആണെങ്കിലും അതിലെ സ്ട്രിങ്ങിലെ കണ്ടന്റ് ഒരു നമ്പർ അല്ലെങ്കിൽ ഡിജിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, നമ്പർ ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്പർ ഫംഗ്ഷന്റെ. സോ ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് വൈ കൊടുക്കുമ്പോൾ എന്തായി, ഇതിന്റെ വൈയുടെ ഡാറ്റ ടൈപ്പ് എന്തായി മാറി, നമ്പർ ആയി മാറി. സോ എക്സ് ഓൾറെഡി നമ്പർ ആണ്, രണ്ടും നമ്പർ ആയതുകൊണ്ട് തന്നെ അവിടെ ഇന്റിജർ അഡീഷൻ നടക്കും. നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, 31 എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്പർ ഫംഗ്ഷന്റെ പ്രത്യേകത. ഓക്കെ, ദെൻ ഇത്രയാണ് നമുക്ക് ഓപ്പറേറ്റേഴ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ അഡീഷണലി പഠിച്ച സ്ട്രിങ് കൺകാറ്റനേഷൻ ഓപ്പറേറ്ററാണ് നമ്മൾ പഠിച്ച പ്ലസ് സിമ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്ലസ് സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലസ് സിമ്പിൾ നമ്മൾ പ്ലസ് സിമ്പിൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷനിൽ ഓപ്പറന്റ് സ്ട്രിങ് ആണെങ്കിൽ അവിടെ സ്ട്രിങ് കൺകാറ്റനേഷൻ നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്.